പഴയൊരു തറവാടിൻ്റെ അകത്തളങ്ങളിൽ എപ്പോഴും ഒരു തരം നിഗൂഢത തങ്ങി നിൽക്കാറുണ്ട്. കരിങ്കല്ല് പാകിയ തറയും തേക്കിൽ തീർത്ത ഭീമൻ തൂണുകളും മച്ചിൻ പുറത്തെ ഇരുളുമൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെ തോന്നും. അത്തരത്തിലുള്ളൊരു യാത്രയായിരുന്നു അത്. മഴ കനത്തു പെയ്യുന്നുണ്ടായിരുന്നു. ആകാശത്ത് മിന്നൽ പിണരുകൾ പായുമ്പോൾ തറവാടിൻ്റെ ജനാല ചില്ലുകൾ ഭയത്തോടെ വിറയ്ക്കുന്നുണ്ട്. വീടിനു ചുറ്റുമുള്ള മരങ്ങൾ കാറ്റിൽ തലയടിച്ച് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആരോ മുകളിൽ നിന്നും താഴെ നോക്കി ചിരിക്കുന്നത് പോലെയാണ് ദേവികയ്ക്ക് തോന്നിയത്. വിവാഹത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒഴിഞ്ഞു പോയിരിക്കുന്നു. വലിയൊരു ശൂന്യത ആ തറവാടിനെ പൊതിഞ്ഞു കഴിഞ്ഞു. മുകൾ നിലയിലെ ആ വലിയ മുറിയിൽ ദേവിക ഒറ്റയ്ക്കായിരുന്നു. ചുറ്റും കത്തുന്ന ചന്ദനത്തിരികളുടെയും മുറിയിൽ വിതറിയ മുല്ലപ്പൂക്കളുടെയും ഗന്ധം. സാധാരണഗതിയിൽ ഏതൊരു പെൺകുട്ടിയും സ്വപ്നം കാണുന്ന മനോഹരമായ ആദ്യ രാത്രി. പക്ഷേ ദേവികയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിൽ പ്രതിഫലിച്ച സ്വന്തം മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയം തോന്നി. അവളുടെ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഏതോ വലിയ ദുരന്തത്തെ മുന്നിൽ കണ്ടവളുടെ ഭീതിയായിരുന്നു. ഈ തറവാടിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ പഴയ രഹസ്യം തൻ്റെ ജീവിതം തകർക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പെട്ടെന്നാണ് താഴെ നിന്നും ആരോ കയറി വരുന്ന ശബ്ദം കേട്ടത്. തടിപ്പടികൾ ഓരോന്നായി ചവിട്ടിക്കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ശബ്ദം, ക്രീം ക്രീം എന്ന് ഓരോ പടിയും കരയുന്നു. ദേവിക ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് മുറിയുടെ ക്ലോക്കിൻ്റെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായി. മാധവനായിരുന്നു അത്, തൻ്റെ ഭർത്താവ്, തൻ്റെ ജീവിതം പങ്കിടാൻ വന്നവൻ. പക്ഷേ ഈ നിമിഷം അവനെ അഭിമുഖീകരിക്കാൻ അവൾക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. മാധവൻ വാതിലിന് മുന്നിലെത്തി. കുറച്ചു നേരം അവിടെ നിശബ്ദനായി നിന്നു. പിന്നെ പതുക്കെ വാതിൽ തുറന്നു. അകത്തേക്ക് കടന്ന മാധവൻ വാതിലടച്ചു സാക്ഷ്യയിട്ടു. ആ ശബ്ദം ഒരു വലിയ മലയിടിഞ്ഞു വീഴുന്നത് പോലെയാണ് ദേവികയ്ക്ക് അനുഭവപ്പെട്ടത്. അവനൊന്നും മിണ്ടിയില്ല. മുറിയിലെ വിളക്കുകൾ കാറ്റിലാടി ഉലഞ്ഞപ്പോൾ അവൻ്റെ നിഴൽ ഭിത്തിയിൽ ഒരു രാക്ഷസ രൂപത്തെ പോലെ തെളിഞ്ഞു. മാധവൻ അവളുടെ അരികിലേക്ക് നടന്നെടുത്തു. അവൻ്റെ കണ്ണുകളിൽ മുമ്പൊരിക്കലും കാണാത്തൊരു ഗൗരവം തളം കെട്ടി നിൽക്കുന്നു. കട്ടിലിനു മുകളിൽ വീണുകിടന്ന മുല്ലപ്പൂക്കളെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ അവളുടെ തൊട്ടടുത്തെത്തി. അവൻ്റെ ശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടിയപ്പോൾ ദേവിക ഒന്ന് വിറച്ചു. സ്നേഹത്തോടെ തന്നെ പുണരേണ്ട കൈകൾ തൻ്റെ തോളിൽ അമർത്തി പിടിച്ചപ്പോൾ അവൾക്ക് വേദനിച്ചു. ദേവിക, അവൻ വിളിച്ചു. ആ വിളിയിൽ പ്രണയമായിരുന്നില്ല, പകരം വല്ലാത്തൊരു പകയും സംശയവും കലർന്നിരുന്നു. ആദ്യ രാത്രിയുടെ ആ മനോഹര നിമിഷങ്ങൾ നിമിഷ നേരം കൊണ്ട് ഭയത്തിൻ്റെ നിഴലിലായി. മാധവൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു പഴയ ഫോട്ടോ ഫ്രെയിം അവളുടെ നേരെ നീട്ടി. അത് കണ്ടതും ദേവികയുടെ ലോകം തകിടം മറിഞ്ഞു. തൻ്റെ കുടുംബം വർഷങ്ങളായി ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടിയ ആ രഹസ്യം ഇപ്പോൾ മാധവൻ്റെ കൈകളിൽ എത്തിയിരിക്കുന്നു. പുറത്ത് ഇടിമുഴക്കം വല്ലാതെ കൂടി. ആ മുറിയിലെ നിശബ്ദത വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായിരുന്നു. മധുവിധുവിൻ്റെ ആ രാത്രി ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായി മാറുകയായിരുന്നു. മാധവൻ ആ പഴയ ഫോട്ടോ ദേവികയുടെ നേരെ നീട്ടുമ്പോൾ അവളുടെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ തറവാട്ടിൽ നടന്ന ഒരു ചടങ്ങായിരുന്നു. പക്ഷേ അതിൽ ദേവികയുടെ മുത്തച്ഛൻ്റെ അരികിലായി നിൽക്കുന്ന ആ രൂപം, അതൊരു മനുഷ്യൻ്റേതായിരുന്നില്ല. നിഴൽ പോലെ അവ്യക്തമായ കത്തുന്ന കണ്ണുകളുള്ള ഒരു രൂപം. മാധവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദേവിക, നിന്റെ കുടുംബം ഈ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്
ഇത് പുണ്യപുരാതനമായ ഒരു തറവാടാണെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഓരോ തറക്കല്ലിലും ഇടയിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ചോര മരവിപ്പിക്കുന്ന സത്യങ്ങളാണെന്ന് നീ എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? മാധവൻ്റെ ശബ്ദം മുറിയിലെ ഇടിമുഴക്കത്തേക്കാൾ ഭീതിയുണ്ടാക്കി. ദേവിക തളർന്ന് കട്ടിലിലേക്ക് ഇരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. മാധവേട്ട, ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ രഹസ്യം പുറത്തു പറയുന്നവർ ആരും അധികകാലം ജീവിച്ചിരുന്നിട്ടില്ല. എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ അകാലത്തിൽ മരിച്ചതിന് പിന്നിൽ ഈ തറവാടിൻ്റെ ശാപമാണ്. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ആ മുറിയിലെ വിളക്കുകൾ വീണ്ടും ആടി ഉലയാൻ തുടങ്ങി. ചുവരുകളിൽ പതിഞ്ഞ അവരുടെ നിഴലുകൾക്ക് വല്ലാത്തൊരു വലിപ്പം വരുന്നത് പോലെ ദേവികയ്ക്ക് തോന്നി. തറവാടിൻ്റെ മച്ചിൻ പുറത്തു നിന്നും ആരോ നടക്കുന്നത് പോലെ ശബ്ദം കേട്ടു. ക്രീം ക്രീം എന്ന ആ ശബ്ദം പതുക്കെ താഴേക്ക് അവരുടെ മുറിയുടെ വാതിലിന് അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. മാധവൻ പക്ഷേ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൻ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ആ നിഗൂഢമായ അലമാരയുടെ അടുത്തേക്ക് നടന്നു. വേണ്ട മാധവേട്ട, അത് തുറക്കരുത്. അതിനുള്ളിൽ പൂട്ടി വെച്ചിരിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമല്ല, മറിച്ച് നമ്മളെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ഒരു ശക്തിയെയാണ്. ദേവിക അലറിക്കൊണ്ട് അവൻ്റെ കാലിൽ പിടിച്ചു. പക്ഷേ മാധവൻ അവളെ തള്ളി മാറ്റി. അവൻ്റെ ഉള്ളിൽ ഭയത്തേക്കാൾ കൂടുതൽ ആ സത്യം അറിയാനുള്ള വാശിയായിരുന്നു. അവൻ തൻ്റെ കൈവശമുള്ള താക്കോൽ ഉപയോഗിച്ച് ആ അലമാരയുടെ തുരുമ്പിച്ച പൂട്ടിൽ ഇട്ടു തിരിച്ചു. കനത്തൊരു ശബ്ദത്തോടെ ആ വാതിൽ തുറന്നു. അലമാരയ്ക്കുള്ളിൽ നിന്നും വല്ലാത്തൊരു ഗന്ധം പുറത്തേക്ക് വന്നു. പഴകിയ ഏടുകളുടെയും ഒപ്പം ഉണങ്ങിയ രക്തത്തിൻ്റെയും ഗന്ധം. അതിനുള്ളിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം കറുത്ത തുണിയിൽ പൊതിഞ്ഞ ചില താളിയോലകളും വിചിത്രമായ അടയാളങ്ങൾ കൊത്തിയ ഒരു ചെറിയ പിച്ചളപ്പെട്ടിയുമായിരുന്നു. മാധവൻ ആ പെട്ടി കയ്യിലെടുത്തു. പെട്ടെന്ന് മുറിയുടെ ജനാലകൾ താനെ തുറന്നു. കനത്ത മഴയും മുറിക്കുള്ളിലേക്ക് ഇരച്ചു കയറി. മുറിയിലെ വിളക്കുകൾ പാടെ അണഞ്ഞു. കനത്ത ഇരുട്ടിൽ മാധവൻ്റെ കയ്യിൽ പെട്ടിയിൽ നിന്നും ഒരു മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വരുന്ന ദേവിക കണ്ടു. മാധവേട്ട, ഓടിപ്പോകൂ, അവൻ വന്നെത്തിക്കഴിഞ്ഞു. ദേവികയുടെ നിലവിളി കാറ്റിൽ അലിഞ്ഞുപോയി. ഇരുട്ടിൽ മുറിയുടെ മൂലയിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. മാധവൻ കയ്യിലുണ്ടായിരുന്ന പെട്ടി താഴെയിട്ടു. ആ പെട്ടി തറയിൽ വീണ് തുറന്നപ്പോൾ അതിൽ നിന്നും ഉരുണ്ടു വീണത് ഒരു പഴയ മോതിരമായിരുന്നു. ആ മോതിരം കണ്ടതും മാധവൻ സ്തബ്ധനായി നിന്നു. കാരണം ആ മോതിരം തൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ അണിഞ്ഞിരുന്നതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ തൻ്റെ അച്ഛൻ്റെ മരണം ഈ തറവാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മാധവനെ തളർത്തിക്കളഞ്ഞു. ഈ കല്യാണം യാദൃശ്ചികമല്ല, മറിച്ച് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ആത്മാക്കൾ ഒരുക്കിയ ഒരു കെണിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇരുട്ടിൽ ആ മോതിരം തിളങ്ങുന്നത് കണ്ടപ്പോൾ മാധവൻ്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബിസിനസ് യാത്രയ്ക്കായി പോയി തിരികെ വരാതിരുന്ന തൻ്റെ അച്ഛൻ ഈ തറവാടിൻ്റെ ചുവരുകൾക്കുള്ളിൽ അവസാനിച്ചുവെന്ന സത്യം അവനെ തളർത്തി. മാധവൻ ആ മോതിരം കയ്യിലെടുത്തു. ഇത് എൻ്റെ അച്ഛൻ്റേതാണ് ദേവിക. നിന്റെ കുടുംബം എന്നോട് ചെയ്തത് വലിയൊരു ചതിയാണ്. മാധവൻ അലറി. അവൻ്റെ ശബ്ദത്തിൽ സങ്കടവും പകയും ഒരുപോലെ കലർന്നിരുന്നു. മുറിയിലെ കാറ്റ് വല്ലാതെ കൂടി. ജനാലകൾക്കപ്പുറം നിൽക്കുന്ന ആ കറുത്ത രൂപം ഇപ്പോൾ മുറിക്കുള്ളിലേക്ക് കടക്കുന്നത് പോലെ ദേവികയ്ക്ക് തോന്നി. ദേവിക കരഞ്ഞുകൊണ്ട് മാധവൻ്റെ അരികിലേക്ക് ഇഴഞ്ഞു ചെന്നു. മാധവേട്ട, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എൻ്റെ അച്ഛനോ മുത്തച്ഛനോ ആരെയും കൊന്നിട്ടില്ല. ഈ തറവാടിന് കാവൽ നിൽക്കുന്ന ആ ശക്തിയുണ്ടല്ലോ, അതൊരു നിധി കാക്കുന്നതാണ്. ആ നിധി മോഹിച്ച് ഇവിടെ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. നിങ്ങളുടെ അച്ഛനും ആ നിധി തേടിയാണ് ഇവിടെ എത്തിയത്. ഈ ശാപം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്. നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഈ പക അവസാനിക്കണമെങ്കിൽ ഒരു ബലി അത്യാവശ്യമാണ് എന്ന് താളിയോലകളിൽ എഴുതിയിട്ടുണ്ട്. ദേവികയുടെ വാക്കുകൾ കേട്ട് മാധവൻ നിശബ്ദനായി.
പെട്ടെന്ന് മുറിയിലെ ഒരു വലിയ തൂണിന് പിന്നിൽ നിന്നും ആ രൂപം വെളിപ്പെട്ടു. അതൊരു മനുഷ്യനായിരുന്നില്ല, മറിച്ച് കാലങ്ങളായി ആ തറവാടിൻ്റെ ഇരുളിൽ കഴിഞ്ഞിരുന്ന ഒരു ആത്മാവായിരുന്നു. ആ രൂപം മാധവൻ്റെ അടുത്തേക്ക് നീങ്ങി. മാധവൻ ഭയന്ന് പിന്നോട്ട് മാറിയപ്പോൾ അവൻ്റെ കൈ തട്ടിയത് ആ അലമാരയിലുണ്ടായിരുന്ന പിച്ചളപ്പെട്ടിയുടെ മുകളിലായിരുന്നു. അതിനുള്ളിൽ ഒരു പഴയ വാൾ ഇരിക്കുന്നത് അവൻ കണ്ടു. ആ വാൾ കയ്യിലെടുത്തപ്പോൾ മാധവന് വല്ലാത്തൊരു കരുത്ത് ലഭിക്കുന്നത് പോലെ തോന്നി. പക്ഷേ ദേവിക അവനെ തടഞ്ഞു. "വേണ്ട മാധവേട്ട, ആയുധം കൊണ്ട് ഇതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും മാത്രമേ ഈ ശാപം അവസാനിപ്പിക്കാൻ കഴിയൂ." ദേവിക ആ മോതിരം മാധവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അലമാരയ്ക്കുള്ളിലെ രഹസ്യ അറയിൽ വെച്ചു. എന്നിട്ട് അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിവാഹമാല ഊരി ആ മോതിരത്തിൻ്റെ മുകളിൽ വെച്ചു. "ഈ ബന്ധം തുടങ്ങുന്നത് ഒരു ശാപത്തിലൂടെയാണെങ്കിൽ ഇത് അവസാനിക്കുന്നതും എൻ്റെ ഈ സമർപ്പണത്തിലൂടെയാകട്ടെ," അവൾ മന്ത്രിച്ചു. പെട്ടെന്ന് ആ മുറിയിലേക്ക് ഒരു വലിയ പ്രകാശം പരന്നു. ആ രൂപം സാവധാനം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ഇല്ലാതായി. പുറത്തെ കാറ്റും മഴയും നിലച്ചു. ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ ആ തറവാട് ശാന്തമായി. പുലർച്ചെ ആദ്യ കിരണങ്ങൾ ജനാലയിലൂടെ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. മാധവൻ ദേവികയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ലായിരുന്നു, പകരം ഒരു വലിയ ആശ്വാസം മാത്രം. ഈ രാത്രി അവരിൽ നിന്നും പലതും കവർന്നെടുത്തു, പക്ഷേ അവർക്കിടയിലെ രഹസ്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. തൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം ലഭിച്ചുവെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. ആ പഴയ തറവാടിൻ്റെ ഇരുണ്ട ഭൂതകാലം ആ രാത്രിയോടെ അവസാനിച്ചു. മാധവൻ ദേവികയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പുതിയൊരു പുലരിയിലേക്ക് അവർ ഒന്നിച്ച് നടന്നു നീങ്ങി. ഇതുപോലെയുള്ള ഉദ്യോഗഭരിതമായ കഥകളും നിഗൂഢത നിറഞ്ഞ സത്യങ്ങളും ഇനിയും കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.